ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ ബിസിനസ് സ്റ്റഡീസിൻ്റെ സേ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്യാപ്സ്യൂൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6 ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തു. 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിംഗ് ആണ് നോക്കുന്നത്. 48 മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് 7th ചാപ്റ്ററിൽ നിന്ന് എന്ത് പഠിക്കണം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഡയറക്റ്റിംഗ് അത്യാവശ്യം നല്ല വലിയൊരു ചാപ്റ്റർ ആണ്. ഡയറക്റ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ഡയറക്ഷൻ്റെ എലമെൻറ്റ്സ് സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സൂപ്പർവിഷൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു വയ്ക്കുക. നമുക്ക് സിമ്പിളായിട്ട് സ്വന്തമായിട്ട് എഴുതാം. എന്താ ചെയ്യുന്നത്? സൂപ്പർവൈസർ ചെയ്യുന്നത് എംപ്ലോയീസുമായിട്ട് ഫ്രണ്ട്ലി റിലേഷൻ കീപ്പ് ചെയ്യും. വർക്കേഴ്സും മാനേജ്മെൻറ്റും തമ്മിലുള്ള ലിങ്ക് ആയിട്ട് നിൽക്കും. ആളുകളുടെ ഇടയിൽ ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ടാർഗറ്റ് അനുസരിച്ചിട്ട് വർക്ക് നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തും. എംപ്ലോയീസിന് ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കും. എംപ്ലോയീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. വർക്കേഴ്സിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മോട്ടിവേഷനിൽ നമ്മൾ പഠിക്കേണ്ടത് അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയാണ്. അത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ട്രയാങ്കിൾ വരച്ചു വയ്ക്കുക. ഏറ്റവും താഴെ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്, മുകളിൽ സേഫ്റ്റി സെക്യൂരിറ്റി നീഡ്, അതിന് മുകളിൽ അഫിലിയേഷൻ നീഡ്, അതിന് മുകളിൽ എസ്റ്റീം, അതിന് മുകളിൽ സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ ആദ്യത്തേതാണ് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്. അതായത് ഒരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് അതിൽ വരുന്നത്. ഹങ്കർ, തേഴ്സ്റ്റ്, ഷെൽട്ടർ, സ്ലീപ്പ് ഒക്കെ. അതിനുശേഷം സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ് വരും. അതായത് എല്ലാ രീതിയിലും എല്ലാ ഇമോഷണലും ഫിസിക്കലും ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ ആഗ്രഹിക്കും. 3ാമത് അഫിലിയേഷൻ ഓർ ബിലോങ്ങിങ് നീഡ്. അതായത് ഫ്രണ്ട്സ് വേണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്നുള്ളൊരു ഫീലാണ് വരുന്നത്. 4ാമത്തേത് എസ്റ്റീം നീഡ്. അതായത് ഒരു ഓട്ടോണമി വേണം, എനിക്കൊരു പവർ വേണം, സെൽഫ് റെസ്പെക്ട്, റെക്കഗ്നീഷൻ, ഇതൊക്കെ. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ് അവസാനം വരുന്നത്. അതായത് ഒരാൾ എന്തായിത്തീരാൻ കേപ്പബിൾ ആണോ അതായിത്തീരുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പിന്നെ നമ്മളോട് ചോദിക്കാറ് ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം. ഫൈനാൻഷ്യലി വരുന്നതാണ് പേ ആൻഡ് അലവൻസ്, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ്, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, പെർക്വിസിറ്റ്സ് ഒക്കെ. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആയിട്ട് വരുന്നതാണ് സ്റ്റാറ്റസ്, ഓർഗനൈസേഷൻ ക്ലൈമറ്റ്, കരിയർ അഡ്വാൻസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ജോബ് എൻറിച്ച്മെൻറ്റ്, എംപ്ലോയി റെക്കഗ്നിഷൻ, ജോബ് സെക്യൂരിറ്റി, എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, എംപ്ലോയി എംപവർമെൻറ്റ്. ഇത് കുറേ ആയിട്ട് തന്നിട്ട് നമ്മളോട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദിക്കും. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ പിക്ചർ വരച്ച് വയ്ക്കണം. സെൻഡർ, മെസ്സേജ്, എൻകോഡിങ്, മീഡിയ, ഡീകോഡിങ്, റിസീവർ, ദെൻ ഫീഡ്ബാക്ക്, ഇതിൻ്റെ ഉള്ളിലെ നോയ്സ്. സെൻഡർ ആരാണ്? മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ. മെസ്സേജ് എന്തായിരിക്കും? ഐഡിയോ, ഫീലിങ്ങോ, സജഷനോ, ഓർഡർ എന്തെങ്കിലും ആയിരിക്കും. എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വേർഡ്സ്, പിക്ചേഴ്സ് ഒക്കെ ആക്കി മാറ്റുന്നതാണ്. ഏത് പാത്തിലൂടെ കടത്തി വിടുന്നു അതാണ് മീഡിയ. ദെൻ അത് തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നതാണ് ഡീകോഡിങ്. ആരിലേക്കാണോ അയച്ചത് ആ കിട്ടുന്ന ആളാണ് റിസീവർ. അയാളുടെ റെസ്പോൺസ് കൊടുക്കുന്നതാണ് ഫീഡ്ബാക്ക്. ഈ പറഞ്ഞതിലെല്ലാം വരുന്ന തടസ്സങ്ങളെയാണ് നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ നമുക്ക് പഠിക്കുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പല രീതിയിലുണ്ട്, പല ചെയിൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ അത് പഠിക്കുക. മെയിനായിട്ട് നമ്മളിതിൽ പഠിക്കേണ്ടത് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് പഠിച്ചിരിക്കണം. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് ഒത്തിരി ഉണ്ട്. എല്ലാം നിങ്ങൾ ഓർത്തിരിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളാം. ബാക്കി നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്കത് അവിടെ പഠിക്കാം. കാരണം ഇതിവിടെ പലതായിട്ട് ഒത്തിരി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഇതെങ്കിലും പഠിച്ചു വയ്ക്കുക. ദെൻ ഡയറക്റ്റിംഗിൻ്റെ ഇമ്പോർട്ടൻസും പഠിക്കുക. താങ്ക്